प्रभु का नाम का महिमा हो। സന്നിഹിതരായിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. आया हुआ सब भाई बहनों को प्रभु यीशु मसीह के नाम पर मैं मेरा धन्यवाद देता हूँ। കഴിഞ്ഞ പ്രഭാതം മുതൽ ഈ സമയം വരെയും നമുക്ക് തിരുവചന വെളിച്ചത്തിലായിരിക്കാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. आज सुबह से लेके अभी तक प्रभु का वजन को बढ़ने के लिए, प्रभु का वजन से विचार करने के लिए प्रभु हमें सहायता किया। നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും ധന്യമേറിയ ഒരു നിമിഷമാണ് ഇന്ന്. ഈ ദിവസങ്ങളിൽ ദൈവജനം അഭ്യസിക്കുവാനും ശരിയായ രീതിയിലുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാടിലേക്ക് ദൈവാത്മാവ് നമ്മെ നടത്തുന്നതിന് വേണ്ടി ദൈവം ഇടയാക്കി തീർത്ത ഈ ട്രെയിനിങ്ങിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. जो प्रभु का वजन से मनन करने के लिए भी और प्रभु पवित्र आत्मा के साथ हम जो है वजन को बढ़ने के लिए आज का दिन जो है प्रभु ने हमको बहुत ज़्यादा मदद किया है, इसलिए प्रभु को धन्यवाद देते हैं। ദേവദാസന്മാരിലൂടെ അനുഗ്രഹീതമായിട്ടുള്ള ആത്മീയ സത്യ ദൂതുകൾ കേൾക്കുവാൻ ഈ പകൽക്കാലം അവിടുന്ന് ഇടയാക്കി തീർത്തു. जो आशीष पाया हुआ परमेश्वर का लोगों से आशीष पाया हुआ वचनों को बढ़ने के लिए और सुनने के लिए, समझने के लिए हमें मौका मिला है। വളരെ ആഴമേറിയതും ആത്മീയവുമായിട്ടുള്ള സത്യങ്ങൾ ഇന്നിവിടെ അല്ലെങ്കിൽ വേർതിരിച്ചു അല്ലെങ്കിൽ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുവാൻ ദൈവാത്മാവ് ഇടയാക്കി തീർത്തു. जो आत्मा का सच्ची बातों के बारे में, जो पुराना नियम में जो भी बात किया है उन सभी के बारे में अभी के साथ तालमेल करने के लिए प्रभु ने हमें मौका दिया। ദൈവം മനുഷ്യനോട് ഇടപെട്ട കാര്യങ്ങളുടെ ആത്മീയ വിവരണവും അതിനെക്കുറിച്ചുള്ള ആത്മീയ വിശദീകരണമാണ് തിരുവചനം നമ്മെ വെളിപ്പെടുത്തുന്നത്. जो इससे पहले हमने जो भी सुना था, जो पुराना नियम में परमेश्वर ने कैसे मनुष्यों के बीच में व्यवहार किया है, कैसे उनके साथ बातचीत किया है, उसके बारे में हमने पढ़ रहा था। ഈ ചരിത്ര ആത്മീയ വിവരണമാണ് തിരുവചനത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ये आत्मीय विवरण के बारे में पवित्र शास्त्र से हमने विचार किए जा रहे हैं। ഈ തിരുവചന സംഹിതയെ രണ്ടായി വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. ये पवित्र शास्त्र बाइबल दो भागों में बांटा हुआ हमें दिखाई देता है। പഴയതും പുതിയതുമായിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ പേരുകളാൽ അത് അറിയപ്പെടുന്നു. जो पुराने नियम और नया नियम बोल के दो भागों में इसको जाना जाता है। പഴയ നിയമം ഒരു ചരിത്രമാണെന്ന് നമുക്കറിയാൻ കഴിയുന്നു. जो पुराना नियम एक चरित्र है बोल के हमको मालूम पड़ा है। ഉൽപ്പത്തി മുതൽ യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പ് വരെയുള്ള കാര്യങ്ങളെ വളരെ ആത്മീയ ചരിത്രപരമായ രീതിയിൽ വിശകലനം ചെയ്യുന്ന ഭാഗമാണ് അല്ലെങ്കിൽ പഴയ നിയമം. जो पुराना नियम बोलने से उत्पत्ति से लेकर प्रभु यीशु मसीह का आने का समय तक का जो भी चरित्र इतिहास जो है हमको दिखाया गया। നമ്മൾ ഇന്ന് കേൾക്കുവാനിടയായി തീർന്നു. ദൈവം പഴയ നിയമ ഭക്തന്മാരോട് വ്യക്തിപരമായ രീതിയിൽ ഇടപെട്ട കാരണ സഹിതമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് തിരുവചന സത്യങ്ങൾ സഹോദരന്മാർ സംസാരിക്കാനിടയായി തീർന്നു. यहोवा परमेश्वर जो है पुराने परमेश्वर का भक्तों के साथ कैसे जो है उनको आपस में बातचीत किया है उसके बारे में हमने अभी तक सीख रहे थे। എന്നാൽ മോശയുടെ സമയം BC 1446 ഏകദേശം BC 1446 ന്യായപ്രമാണം മോശ മുഖാന്തരം ദൈവം ഈ ലോകത്തിലേക്ക് പ്രദാനം ചെയ്തത്. करीब जो है 1446 का समय में परमेश्वर मूसा द्वारा जो नियम पुस्तक जो है उसका जो न्याय का जो बातें जो है मूसा का हाथ से पूरा जो है इस्राएल के लोगों तक पहुंचाने के लिए दिया। ന്യായപ്രമാണം പ്രധാനമായും അത് ഉദ്ബോധിപ്പിക്കുന്നത് ജനം ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളിലേക്ക് കടന്നു പോകാതെ ഭക്തരായി ദൈവത്തെ ഭജിച്ച് അല്ലെങ്കിൽ കർത്താവിനെ അല്ലെങ്കിൽ യഹോവയായ ദൈവത്തെ ഭജിച്ച് അനുസരണയോടുകൂടി ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ന്യായപ്രമാണം അവർക്ക് നൽകുവാനിടയായി തീർന്നത്. वो न्याय का जो वचन जो है वो इसलिए उनको दिया कि परमेश्वर को कैसा सेवा करना है, परमेश्वर को कैसे आराधना करना है, उनका पसंद क्या है, उनका पसंद क्या नहीं है, ये सारे बातें वो किताब में लिखा हुआ। ഈ ന്യായപ്രമാണത്തിൽ പ്രധാനമായി യാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ये जो न्याय प्रमाणों में बहुत ज्यादा बातें ऐसा है कि बलिदानों के बारे में, जो जानवर के बलिदानों के बारे में लिखा गया। ന്യായപ്രമാണം പ്രധാനമായി പറയുന്നത് ജനം ദൈവിക അനുസരണക്കേട് അവരുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ, പാപം മൂലം കടന്നു വന്നാൽ അവർ ദൈവിക സന്നിധാനത്തിൽ നിരപ്പ് പ്രാപിക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ് യാഗം വെച്ചിരുന്നത്. यागम मतलब जो बलिदान इसलिए रखा गया था कि जो है मनुष्य जो है पाप करने के बाद परमेश्वर के पास आना है तो कोई बलि चढ़ाने का याग का जानवर के साथ आना है, वरना जो है परमेश्वर के पास नहीं आ सकता। എന്നാൽ ഈ നിയമം ശരിയായ രീതിയിൽ അവരെ അനുവർത്തിക്കുവാൻ തക്കവണ്ണം
അവർക്ക് ഇടയായി തീർന്നില്ല എന്നുള്ളതാണ് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. लेकिन हम पवित्र शास्त्र बाइबल पढ़ते समय फिर हमको ये मालूम पड़ता है परमेश्वर का ये आज्ञाओं को ये ठीक ढंग से पालन नहीं कर पाए. എബ്രായ ലേഖനം 8-ാം അധ്യായം 7-ാം വാക്യത്തില് ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തതിന് ഇടം അന്വേഷിക്കയില്ലായിരുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. जो पवित्र शास्त्र बाइबल इब्रानियों के लिए लिखित पत्र 8वां अध्याय का 7वां आयत में ऐसा लिखा है कि जो पुराना नियम में कोई कमी पेशी नहीं होने से नया नियम का जरूरत नहीं होना था. പലപ്പോഴും നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാമത്തെ നിയമമാകുന്ന ന്യായപ്രമാണത്തിന് അത് ഫോൾട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൽ കുറവുകളുണ്ട്, അല്ലെങ്കിൽ അത് തെറ്റായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. कई बार हम ये सोचते हैं कि ऐसा बोलने का मतलब यह है कि जो पुराना नियम है या मूसा का द्वारा दिया हुआ परमेश्वर का नियमों में कुछ कमी पेशी है बोलकर कई लोग सोचते हैं. എന്നാൽ कुछ गलत है कर लोग सोचते हैं. എന്നാൽ ന്യായപ്രമാണത്തെ കുറിച്ച് പൗലൂസ് ഇപ്രകാരം പറയുവാൻ ഇടയായി തീർന്നു. लेकिन नया प्रमाण के बारे में प्रेरित पौलुस ने ऐसा कहा गया था. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ന്യായപ്രമാണം ആത്മീയമാകുന്നു എന്ന് അവിടെ കാണുന്നു. रोमियों के लिए लिखित पत्र 7वां अध्याय का 14वां आयत में ऐसे लिखा है न्याय जो न्याय का जो न्याय जो व्यवस्था का जो बातें है वो सही में मतलब उसमें कोई गलती नहीं था बोल के लिखा. അവിടെ നമുക്ക് ആ അധ്യായത്തിൽ തന്നെ 12-ാം വാക്യത്തിൽ കാണുന്നു അത് വിശുദ്ധമാകുന്നു എന്ന് കാണാൻ കഴിയുന്നു. ന്യായപ്രമാണം വിശുദ്ധമാകുന്നു എന്ന് കാണാൻ കഴിയുന്നു. वहां पर ऐसा हम पढ़ता है कि जो व्यवस्था का नियम का जो बातें हैं वो पवित्र है बोल के वहां पर लिखा है. 1 തീമോഥെയോസ് 1:10 പറയുന്നത് അത് ഇംഗ്ലീഷ് ലെറ്ററിലാണ്, ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. जो पहला तिमोथेयुस का किताब का पहला अध्याय का 10वां आयत में ऐसा लिखा है कि जो व्यवस्था का बातें अच्छा है बोल के लिखा. എന്നാൽ നമ്മൾ ന്യായപ്രമാണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പൗലൂസ് പറയുന്ന ഒരു വാക്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ന്യായപ്രമാണത്താൽ പാപത്തെക്കുറിച്ചുള്ള അറിവും പരിജ്ഞാനവും എനിക്ക് ലഭിച്ചു എന്ന് 3:20 രേഖപ്പെടുത്തിയിരിക്കുന്നു. प्रेरित पौलुस कहता है कि व्यवस्था का बातों जो है मेरे को पाप के बारे में पूरा जानकारी मिलने के लिए वो मेरे लिए मददगार था. അതായത് നമുക്ക് ലേവ്യ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അതിന്റെ 18-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തില് അത് നിവർത്തിക്കുന്നവൻ അതിനാൽ ജീവിക്കുമെന്ന് അവിടെ പറയുവാനിടയായി തീർന്നു. जो लेविया नामक का किताब का 18 अध्याय का 5वां आयत में ऐसे लिखा है उसका पालन करने वाला उसी में जिंदगी या उनका जिंदगी उसका पवित्र बन जाएगा बोल के लिखा. ഈ വാക്യം തന്നെ അപ്പോസ്തലനായ പൗലൂസ് 3-ാം അധ്യായം ഗലാത്യർ 3:12 പറയുന്നു, ന്യായപ്രമാണം ചെയ്താൽ അതിനാൽ ജീവിക്കപ്പെടുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. जो प्रेरित पौलुस भी गलातियों के लिए लिखित पत्र 3रे अध्याय में ऐसे लिखा है कि ये जो व्यवस्था का बातें जो मानने वाला उसी में जिंदगी बिता सकता है बोल के लिखा है. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ന്യായപ്രമാണം കൽപ്പിക്കുന്ന ഒരു കാര്യം, പാപങ്ങൾ ഒരു വ്യക്തിയുടെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവനിൽ കടന്നു വന്നാൽ, ജീവിതത്തിൽ കടന്നു വന്നാൽ അവൻ യാഗങ്ങളിലൂടെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം എന്ന് അല്ലെങ്കിൽ പഴയ നിയമം രേഖപ്പെടുത്തിയിട്ടുണ്ട്. जो व्यवस्था का किताब में ऐसे लिखा है एक आदमी का जिंदगी के अंदर पाप आने से उसका बलि चढ़ाए बिना जो है वो परमेश्वर के चरणों में नहीं आ सकता बोल. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗലൂസ് തന്നെ റോമാലേഖനം 3:20 പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്നും പറയുവാനിടയായി. प्रेरित पौलुस ने रोमियों के लिए लिखित पत्र 3रा अध्याय का 20वां आयत में ऐसे लिखा है कि जो व्यवस्था का बातों से कोई भी आदमी जो है परमेश्वर का वो न्याय का सामने धर्मी नहीं कर सकता. എന്നാൽ നമുക്കിത് കാണാൻ കഴിയുന്നത് നിയമം നമ്മെ നന്മ ചെയ്യുവാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്ന് ജീവനും ശക്തിയും പ്രാപിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം. वहां पर जो है व्यवस्था का बातें जो है हमको एक अच्छा आदमी बना सकता है लेकिन हम उसी को फॉलो नहीं कर पाता है ये लिखा है. എന്നാൽ യാഗങ്ങളിലൂടെ പൂർണ്ണമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു നിത്യമായിട്ടുള്ള പരിഹാര പ്രാപ്തി നേടുവാൻ പലപ്പോഴും അല്ലെങ്കിൽ ഇടയാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ന്യായപ്രമാണത്തിലുള്ള കാര്യം. जो उसी न्याय का जो व्यवस्था का बातों का पालन कर कर भी जो है आदमी पूर्ण तौर पर पवित्र नहीं बन सकता बोल के उसे मालूम पड़ता है. എല്ലാ വർഷവും അല്ലെങ്കിൽ ആവർത്തന യാഗക്രിയകളിലൂടെ അവർ യാഗം ചെയ്ത് അവർ ആ യാഗത്തിന് പൂർണ്ണത ഇല്ലാത്തതിനാല് അല്ലെങ്കിൽ ആ യാഗത്തിലൂടെ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് എല്ലാ വർഷവും അവര് യാഗക്രിയകൾ ചെയ്ത് ആവർത്തനത്തോടുകൂടി അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നു. वो जो है अपना बलिदान चढ़ाने के बाद भी वो पूर्ण ना होने की वजह से हर साल बलि चढ़ाना पड़ता था लेकिन वो कभी उसका पूर्णता प्राप्त नहीं कर सकता. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ
രണ്ടാമത്തതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. हमने जो पहले पढ़ा था कि जो पहले परमेश्वर ने जो व्यवस्था दिया है उस व्यवस्था के अंदर कोई मतलब कमी या गलती नहीं होने से दूसरा नियम को लागू करने का जरूरत नहीं पड़ता था करको लिखा है. ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യാഗം ചെയ്തു കഴിഞ്ഞാൽ ആ യാഗമൃഗങ്ങളുടെ രക്തത്താലാണ് അവർക്ക് ആ ശുദ്ധീകരണം കടന്നു വന്നിരുന്നത്. എന്നാൽ ആ യാഗത്തിന്റെ മൃഗത്തിന്റെ രക്തത്തിന് ഇറ്റേണൽ വാല്യൂ ഇല്ലാത്തതിനാൽ അതിന് നിയമസാധുത അല്ലെങ്കിൽ വർഷം തോറും ചെയ്യേണ്ടതായിട്ട് കടന്നു വന്നു എന്നുള്ളതാണ്. क्योंकि वो हर साल में बलिदान चढ़ाता था, लेकिन उसका अंदर जो है बलिदान का जो उस खून में पूर्णता का रूप में उसका पापों को नहीं मिटा सकता था. इस वजह से जो है उसके अंदर जो है वो दूसरा एक बलिदान का जरूरत. യാഗമൃഗത്തിന്റെ രക്തത്തിന് ഇറ്റേണൽ വാല്യൂ ഇല്ല. उसके अंदर जो है पूरा आदमी का पौत्र नहीं बना सकता. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ ഒരു നിയമത്തിന്റെ സാധ്യത കടന്നു വരുവാൻ ഇടയായി തീർന്നത് യാഗമൃഗത്തിന്റെ രക്തത്തിന് ഇറ്റേണൽ വാല്യൂ ഇല്ലാത്തതിനാൽ മാത്രമാണ്. जो याग करने वाला उस जानवर के अंदर मनुष्य का पापों को पूर्ण तौर पर माफ नहीं कर सकता था. इस वजह से जो है एक नया नियम को लेकर आना पड़ा. പുതിയ നിയമം ഇവിടെയാണ് പുതിയ നിയമത്തിന്റെ സാധുത കാണുവാൻ ഇടയായി തീർന്നത്. यहाँ पर जो है नया नियम का परमेश्वर को लेकर आने के लिए परमेश्वर मजबूर होना पड़ा. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പുതിയ നിയമം വ്യക്തിപരമായി യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ, വ്യക്തിത്വം, അവന്റെ ശുശ്രൂഷ എന്നിവ വിളിച്ചു അല്ലെങ്കിൽ ഓതുന്ന ഒരു കാര്യം പുതിയ നിയമത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. यीशु मसीह का पढ़ाई या उसने जो बताया हुआ वो रास्ता नया नियम के हर एक जो किताबों में लिखा हुआ हमको दिखाई देता है. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ, അവന്റെ ശുശ്രൂഷ, അവന്റെ ജീവിതചര്യ ഇതൊക്കെയുമാണ് പുതിയ നിയമം നമ്മെ അല്ലെങ്കിൽ വിളിച്ച് ഓതുന്ന ഒരു കാര്യം. जो यीशु मसीह कैसे लोगों को सिखाता है, उसका व्यवस्था क्या है, वो अपना जिंदगी में कैसे एक दूसरा नमूना दिया है, ये सब नया नियम में बताया. യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിലൂടെ സ്ഥാപിതമായിട്ടുള്ളതാണ് പുതിയ നിയമം. जो नया नियम जो है यीशु मसीह का मृत्यु और जी उठने के बारे में और उसी में जो मनुष्यों को कैसे पाप क्षमा मिलता है उसी के बारे में प्रकट किया गया. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇപ്രകാരമുള്ള ഒരു വാക്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ ഇപ്രകാരം പറഞ്ഞു, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ പുതിയ നിയമത്തിലുള്ള രക്തം എന്ന് കർത്താവ് പറയുവാനിടയായി. जो विशुद्ध मात्यु सुसमाचार उसका 26-28 में ऐसे लिखा है, मैं जो है सारे पापियों के लिए बहाना वाला मेरा खून का नियम का खून है बोल के लिखा है. ഇബ്രായ ലേഖനത്തിൽ നമുക്ക് പ്രകാരം കാണുന്നു 13-ാം അധ്യായം 23-ാം വാക്യത്തിൽ നിത്യ നിയമത്തിന്റെ രക്തത്താൽ, ആ വാക്യം മുഴുവനായിട്ട് ഞാൻ പറയുന്നില്ല, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയൻ. वहां पर जो है इब्रानियों के लिए लिखित पत्री उसका 13वां अध्याय का 23 में ऐसा लिखा है कि जो अनंतता का जो नियम बनाया है उस नियम का खून में जो बांधा हुआ वादा. ഇവിടെ നിയമം എന്ന് പറയാണ്, നിയമത്തിന്റെ രക്തം എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. वो नियम का खून है बोल के वहां पर लिखा है. നിത്യ നിയമം എന്ന് പറയുന്നു, अनंत काल के लिए यही नियम है बोल के लिखा है. നിയമം എന്ന് പറയുന്ന വാക്കിന് അല്ലെങ്കിൽ മൂലഭാഷയിൽ ദയാത്തൊക്കെ എന്ന് പറയുന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ദയാത്തൊക്കെ ആ വാക്കിനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ദയാത്തൊക്കെ ऐसा एक बात उसमें लिखा है. ഇതിന്റെ അർത്ഥം കോൺട്രാക്ട് അല്ലെങ്കിൽ കവനന്റ് എന്ന അല്ലെങ്കിൽ പദമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ये जो ब्रदर ने बताया वो ही बात उसमें लिखा है. അതായത് കരാർ അല്ലെങ്കിൽ ഉടമ്പടി എന്നുള്ളതാണ്. वो वादा का एक बात है वो उसमें लिखा है. നാം വായിച്ച വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത് കർത്താവിന്റെ രക്തം ഒരു പുതിയ നിയമത്തിന്റെ ആരംഭമായി കുറിക്കപ്പെട്ടു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. यीशु मसीह का खून एक नया वादा का नियम का एक बलिदान का खून है बोल के वहां पर लिखा है. രക്തം ചൊരിയൽ പുതിയ ഉടമ്പടിയുടെ സ്ഥാപനമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. जो खून बहाना वो खून बहाया हुआ खून जो है एक नया नियम का वादा है बोल के लिखा है. തൽഫലമായി ഇത് സുരക്ഷിതത്വവും അല്ലെങ്കിൽ അത് വിശ്വസിക്കാവുന്നതുമായിട്ടുള്ള കാര്യമാണ്. इसी वजह से वो बिल्कुल हमको सुरक्षा देता है और विश्वास और माननीय योग्य बात है. ഏതെങ്കിലും നഷ്ടപ്പെട്ട കൂട്ടായ്മയുടെ അവസ്ഥയിലേക്ക് ഈ രക്തത്താൽ നമുക്ക് അല്ലെങ്കിൽ കൂട്ടായ്മയിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം നമുക്ക് കാണാൻ കഴിയുന്നു. जो एदन बगीचा में आदम हव्वा के साथ परमेश्वर का जो संबंध टूट गया है,
वो टूटा हुआ संबंध को जोड़ने वाला खून यीशु मसीह का खून है। യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ പാപത്തിനുള്ള മോചനവും കഴുകലും നാം പ്രാപിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. यीशु मसीह का खून द्वारा हमारा पापों को धो के हम शुद्ध हो जाता है बोलकर हम जान सकता है। ഇത് കാണിക്കുന്നത് കർത്താവിന്റെ രക്തം ഒരു പുതിയ ഉടമ്പടിയുടെ ആരംഭമായി നമുക്ക് കണക്കാക്കുവാൻ കഴിയുന്നു. ये जो नियम जो है यीशु मसीह को खून बहाया हुआ ये वादा का जो नियम है, एक नया एक जो है परमेश्वर का साथ का एक वो जो क्या है उसका ഉടമ്പടി मतलब वादा है, वायदा. അതായത് ബെൻസി പറയാനിടയായി തീർന്നു, ഈ ഉടമ്പടിയിൽ തന്നെ വാഗ്ദാനങ്ങളും വസ്തുതകളും അവിടെ അടങ്ങിയിരിക്കുന്നു. ഫാക്ട് അല്ലെങ്കിൽ വസ്തുതകളും അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നു. ये वायदा में जो है बहुत गुप्त बातें छुपा हुआ बोल के लिखा है. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭ്യമായി തീരുവാനുള്ള കാര്യങ്ങളെ, അവകാശത്തെ അല്ലെങ്കിൽ ലഭ്യമായി തീരുന്നതിനെയാണ് വാഗ്ദാനം എന്ന് പറയുന്നത്. हमको ये जो बलिदान को विश्वास करने के द्वारा हमको मिलने वाला आने वाला हमारा अनंत काल तक का जितने भी परमेश्वर का जो हमको मिलने वाला फायदा या हमको जो मिलने वाला अनंत जीवन का बातें उसमें छुपा हुआ है. അതായത് വസ്തുത എന്ന് പറഞ്ഞാൽ, ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്തത് അത് നമുക്ക് അല്ലെങ്കിൽ ലഭ്യമാകുന്നു, അല്ലെങ്കിൽ കർത്താവ് പൂർത്തീകരിച്ച കാര്യം നമുക്ക് ലഭ്യമായി തീരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ വസ്തുത എന്നുള്ളതിനെ കൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം. यीशु मसीह का बलिदान द्वारा हमको मुफ्त में परमेश्वर का सारे अवकाश में सारे उसका हमारे ऊपर का जो भी आशीष है वो पूरा हो जाता है यीशु मसीह का वो बलिदान द्वारा. അതായത് നമുക്ക് കാണാൻ കഴിയുന്നത് എബ്രായ ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യം, इब्राहिम लिखित पत्र 9 अध्याय का 16वां आयत में നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിയുവാൻ ആവശ്യമായിരുന്നു എന്നുള്ളൊരു വാക്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. जहां पर व्यवस्था है वहां पर जो व्यवस्था दिया हुआ उस मालिक का उसका मृत्यु होना बहुत जरूरी है बोल के लिखा है. അതായത് നമ്മൾ നേരത്തെ കണ്ടു, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ മൂലഭാഷയിലുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി, കരാർ എന്നുള്ളതാണ്. जो नया नियम का मतलब यह है कि परमेश्वर का वो नया वायदा है, नया वादा है. അതുപോലെ തന്നെ വേറൊരു വാക്യം നമുക്ക് അവിടെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. इब्रानियों के लिए लिखित पत्र 9 अध्याय का 15 से लेकर 17 तक ऐसा एक बात हम वहां पर लिखा हुआ पढ़ते हैं. അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി वो जो शुरू में जो पाप करके परमेश्वर का सारे आशीषों को खो दिया है उसको दोबारा पाने के लिए ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് एक मृत्यु होने के बाद उसका द्वारा परमेश्वर का सारा आशीष मनुष्यों के लिए जो रखा है वो सब दोबारा पाने के लिए അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. वो नया नियम का एक बिचवा है या बीच में एक वकील का तौर पर. പിന്നീട് നമ്മൾ വായിക്കുന്ന നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. जो नियम दिया हुआ व्यक्ति मृत्यु का उसका मृत्यु होना बहुत जरूरी है बोल के वहां पर लिखा है. മരിച്ച ശേഷമല്ലോ നിയമം തെളിവാൻ ആവശ്യം എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. वहां पर लिखा है मृत्यु होने के बाद उस वायदाओं को पक्का किया जाता है. നമുക്ക് 15-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു. ഈ വാക്യം അവിടെ നമുക്ക് പ്രകാരം കാണുന്നു. 15-ാം വാക്യത്തിൽ മധ്യസ്ഥൻ എന്നുള്ള അവൻ പുതിയ നിയമത്തിന്റെ मध्यस्थन എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. वहां पर लिखा है कि यीशु मसीह नया नियम का जो है बिचवा है या मध्यस्थ का रूप में काम करता है. അതായത് ലഭിക്കാത്ത ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് സുരക്ഷിതമാക്കുവാൻ അവൻ ഗ്യാരണ്ടിയായി ഉറപ്പായി പ്രവർത്തിക്കുന്നവെന്നാണ് അല്ലെങ്കിൽ മധ്യസ്ഥൻ എന്ന വാക്കിന്റെ അർത്ഥം. वो जो वकील का तौर पर यीशु मसीह कैसे काम करता है कि जो हमको मिलने वाला सारे आशीषों को हमको दिलाने के लिए वो बीच में पिता परमेश्वर का दाहिने और बैठ कर मेरे लिए बिंदी करता है. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മധ്യസ്ഥനെ നമുക്ക് നിർവാഹകൻ എന്നുള്ള അല്ലെങ്കിൽ എക്സിക്യൂട്ടർ എന്ന രീതിയിലും നമുക്ക് സംബോധന ചെയ്യാം. ये जो यीशु मसीह को जो है इसका बीच में जो एग्जीक्यूटर के तौर पर भी जो है हम उसको पहचान सकते हैं. നമ്മൾ ഈ വായിച്ച അല്ലെങ്കിൽ ഈ വായിച്ച ഭാഗങ്ങളിൽ നമുക്ക് 4 കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. यहाँ पर जो पढ़ा हुआ बातों में 4 बातों को वहां पर दिखाई देता है. അതായത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഉടമ്പടി ചെയ്യുന്ന ഒരു നിയമം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. वहां पर जो है व्यवस्था दिया हुआ एक व्यवस्था का मालिक को दिखाई देता है. അതുപോലെ തന്നെ നിയമം ഉണ്ടാക്കിയവനെ ഒരു ടെസ്റ്റർ എന്ന് പറയുന്ന നിയമം ഉണ്ടാക്കിയ ഒരു വ്യക്തിയെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. जो व्यवस्था को बनाया हुआ उसका व्यवस्था का मालिक को भी वहां पर लिखा गया है. നിയമത്തിന്റെ നടത്തിപ്പുകാരനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. वो व्यवस्था को चलाने वाला व्यक्ति को भी दिखाई देता है. നിയമം പ്രാബല്യത്തിൽ വരുന്നതും അല്ലെങ്കിൽ അതിന്റെ ഫലദായക ശക്തിയെ കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. वो व्यवस्था को मानने वालों के लिए क्या क्या उनका जिंदगी में
परिवर्तन होता है उसके बारे में भी लिखा है। നമുക്ക് വ്യക്തിപരമായ അല്ലെങ്കിൽ ഉന്നതമായ രീതിയിൽ ഈ വചനത്തിലേക്ക് കടന്നു പോവുകയാണ് പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം, हम बहुत गहराई में इस वाक्य का बीच में जाने से हमको मालूम पड़ता है ये बात को। ഈ നിയമം എന്ന് പറയുന്നത് ഒരു സാക്ഷ്യപത്രമാണെന്ന് കാണുവാൻ കഴിയുന്നു. ये जो नियम का ये व्यवस्था का ये बातें जो है एक गवाही की बातें बोल के लिखा है। അതായത് നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ നമ്മോട് ഉടമ്പടി ചെയ്ത ഒരു വ്യക്തിയുണ്ട്, അത് ദൈവമാണ് ഉടമ്പടി ചെയ്തത്. हमारे को जो है व्यवस्था दिया हुआ जो वायदा किया हुआ वो परमेश्वर है। നമുക്ക് എതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ ഉടമ്പടിയുടെ അല്ലെങ്കിൽ കക്ഷിയും ദൈവമാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. हाँ, जो हमारे को जो हमारे साथ जो वादा किया हुआ वो परमेश्वर, वो उसको साक्षी के तौर पर भी वो हमारे लिए खड़ा है। ഈ ഉടമ്പടി പൂർത്തീകരിച്ചത് കർത്താവായ യേശുക്രിസ്തു ആണെന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ये व्यवस्था दिया हुआ, इस व्यवस्था को पूरा किया हुआ प्रभु यीशु मसीह है बोलकर भी वहां पर हमको पता चलता ഈ है। വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നോക്കുകയാണെങ്കിൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മോട് ഉടമ്പടി ചെയ്തവനാണെന്ന് വിശദമാക്കുന്നു ഈ വാക്യം. ये वाक्य में हमको पता चलता है कि परमेश्वर हमारे साथ जो है व्यवस्था करके वादा बांधा है। എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണത്തിലൂടെ ആ അവകാശം, ആ ഉടമ്പടി നമ്മളിലേക്ക് സാധൂകരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ये जो है प्रभु यीशु मसीह परमेश्वर का इस व्यवस्था को पालन करके हम सबको उसको बांध दिया है। ഇതുപോലെ നമുക്ക് കാണുവാൻ കഴിയുന്ന വേറെ ഭാഗം എന്ന് പറഞ്ഞാൽ കർത്താവ് തികച്ച കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. सिर्फ प्रभु यीशु मसीह ने हमारे लिए सब कुछ पूरा काम कर दिया है, सिर्फ हम विश्वास के जरिए उसको अपना जिंदगी में अनुभव करना। അതിനായി തന്നെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള इसके കാര്യമാണ്. लिए हम अपने आप को उसको हवाला करना जरूरी है। അതായത് ഇവിടെ ഈ വാക്യം നമ്മെ വിളിച്ചറിയിക്കുന്നത് ഒരു കോടതിയുടെ ഒരു നിയമത്തിന്റെ പ്രതീതിയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. वहां पर एक न्यायालय का और एक न्यायाधीश का बैठा हुआ हमको दिखाई देता है। എന്റെ ജീവിതത്തിൽ ഞാനൊരു കോടതി നടപടികൾ കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. एक बार मेरा जिंदगी में एक न्यायालय का कार्यक्रम को देखने के लिए मुझे मौका मिला। ഒരു മുനിസിപ്പൽ കോടതിയിൽ പോകുവാനിടയായി തീർന്നു. അതിന്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് കടന്നുപോയത്. वहां पर क्या होता है उसको जानने के लिए मैं एक न्यायालय में गया था। वहां पर एक न्यायाधीश बैठा हुआ है, वो कैसा कैसे उसको चलाता है उसको समझने के लिए गया था। അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, കോടതിയിലെ അന്തരീക്ഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു നിയമത്തിനായിട്ടുള്ള നിയമങ്ങൾ അരച്ചു കലക്കി കുടിച്ച ഒരു വ്യക്തിയാണ് അതിന്റെ അല്ലെങ്കിൽ ജഡ്ജി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി. वो नियम के बारे में सब जानकारी पाया हुआ एक व्यक्ति न्यायाधीश के तौर पर कुर्सी पे बैठा हुआ है। അതായത് ഈ കുറ്റം അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ നിയമം അവനെ രക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പോരാടുന്ന ഒരു വക്കീലിനെ അവിടെ കാണുവാൻ കഴിയുന്നു. वहां पर जो है एक कसूरवार को भी उधर खड़ा किया हुआ है, उसको बचाने के लिए एक वकील को भी दिखाई देता है। അതിനുശേഷമായിട്ട് നമുക്ക് അവിടെ സാക്ഷിയെ കാണുവാൻ കഴിയുന്നു. उसके बाद जो उसका पक्ष में या उसका विरोध में कैसे भी गवाही देने वाले लोगों को भी वहां पर दिखाई देता है। ഞാൻ ഇപ്പോഴും ഓർക്കുന്ന അവിടെ നടന്ന ഒരു രസകരമായ ഒരു സംഭവം കൂടെ ഞാൻ ഓർക്കുകയാണ്. वहां पर वहां पर मैं देखा हुआ एक ऐसा एक बात है कि बिल्कुल बहुत खुशी देने वाला एक बात में वहां पर देखा। അതായത് ഈ കുറ്റം ചെയ്ത വ്യക്തി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. जो कसूरवार जो है, जो गलती किया वो आदमी, उसके लिए जो बनाया हुआ उसका क्या बोलते हैं, പ്രതിക്കൂട്ട്. हाँ, जो वो प्रतीक खड़ा होने वाला वो जगह पे खड़ा है। അപ്പോൾ ഈ കുറ്റാരോപണ അല്ലെങ്കിൽ വിധേയനായിട്ടുള്ള വ്യക്തിക്ക് യാതൊരു ശങ്കയുമില്ല, താൻ കുറ്റം ചെയ്തവനാണെന്നുള്ളൊരു ശങ്കയുമില്ല. जो कसूरवार जो है, जो गलती किया वो आदमी को उसने कोई गलती किया बोल के वो महसूस ही नहीं करता है, उसको कोई विचार नहीं है कि मैं कोई गलती किया। അദ്ദേഹത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ വക്കീൽ വാദിക്കുന്നുണ്ട്. उसके लिए जो है उसका वकील मदद करके उसको जड्जी के सामने बोल रहा है कि कोई गलती नहीं किया बोल के जड्जी के साथ वाद विवाद भी कर रहा है। എന്നാൽ ഉടനെ ജഡ്ജി പറഞ്ഞു ഇനി സാക്ഷി വരട്ടെ എന്ന് പറഞ്ഞു. उसके बाद जड्जी ने बोला अभी गवाही देने वाला आने दो। അപ്പോൾ സാക്ഷിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സാക്ഷി ചാടി പ്രതിക്കൂട്ടി കയറി. अभी गवाही देने वाला एकदम जंप करके वो गलती किया हुआ आदमी का उस जगह पे चला गया। അപ്പോൾ उस कटघरे में अंदर घुस गया। അതായത് അപ്പോൾ ജഡ്ജി വളരെ കോപാവിഷ്ടനായി പറഞ്ഞു, തന്നോട് ആര് പറഞ്ഞു പ്രതിക്കുട്ടി ഇറങ്ങണോ എന്ന് പറയുവാനിടയായി തീർന്നു. न्यायाधीश बड़ा गुस्सा हो गया, तुम गवाही देने के लिए बुलाया तो तुम उसको वो कटघरा में क्यों घुस गया। അങ്ങനെ ഒരു രസകരമായ സംഭവം അവിടെ ഉണ്ടാകുവാനിടയായി തീർന്നു. കാരണം ഈ സാക്ഷി പറയുന്ന ആൾ വളരെ വിറച്ച് വളരെ ഭീരുത്വ മുഖത്തോടു കൂടിയാണ് അവൻ അവിടെ കടന്നു വരുന്നത്. ये गवाही देने वाला बहुत डरते डरते वहां पर आया था, इसलिए उसको कहां पर जाकर खड़ा होना उसको मालूम नहीं था और न्यायाधीश गुस्सा होने से वो बाहर आ गया। അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കോടതിയുടെ അന്തരീക്ഷമാണ്, ഒരു കോടതി ഒരു ശരിക്കുള്ള ഒരു നിയമവ്യവസ്ഥയാണ് ഈ വചനത്തിലെ ഈ
നമ്മൾ വായിച്ച എബ്രായ ലേഖനം 9-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള ഭാഗത്ത് ഒരു രാജ്യത്തിലും ശരിയായ രീതിയിലുള്ള നിയമസംഹിത ഉണ്ടാകുന്നതിന് മുമ്പ് എപ്രകാരമാണ് അല്ലെങ്കിൽ ഒരു ജഡ്ജിയുടെയും ഒരു വാദിയുടെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു കുറ്റക്കാരന്റെയും അത് നടപ്പിലാക്കുന്ന കാര്യങ്ങളുടെയും വ്യവസ്ഥ അല്ലെങ്കിൽ വിവരണം ശരിയായ രീതിയിൽ വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. इब्रानियों के लिए लिखित पत्र 9वां अध्याय का 15 से 17 के बीच में एक कोर्ट में एक न्यायालय में कैसे काम चलता है उसी मुताबिक उसका सही काम जो है वहां पर प्रकट किया है, लिखा हुआ है. നമ്മൾ നേരത്തെ വായിച്ചു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിയമമുണ്ടാക്കിയവനാണെന്ന് കാണുവാൻ കഴിയും, നിയമകർത്താവാണെന്ന് കാണുവാൻ കഴിയുന്നു. जो नियम को बनाया हुआ है हमारा यीशु मसीह बोलकर हमने पढ़ा है, അവൻ ഉടമ്പടിയുടെ മധ്യസ്ഥനാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. वो वादा का बिचवा है बोलकर हमने पढ़ा है. അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവൻ പ്രധാനമായും നടത്തിപ്പുകാരനാണ്, അതിന്റെ നിർവഹണ അധികാരിയാണെന്ന് കാണുവാൻ കഴിയുന്നു. वो सारे अधिकारी है, वो न्यायाधीश है, वो सब कुछ है बोलकर हम पढ़ा है. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അല്ലെങ്കിൽ ഒരു കോടതിയിൽ എപ്രകാരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് പറയുന്ന പോലെ ദൈവത്താൽ ഉടമ്പടി സ്ഥാപിച്ചു. എന്നാൽ ഈ ഉടമ്പടിയുടെ നടത്തിപ്പുകാരൻ, ഈ ഉടമ്പടി അല്ലെങ്കിൽ നിയമം അല്ലെങ്കിൽ നടത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ മധ്യസ്ഥനാണ്, അതുപോലെ തന്നെ അവൻ നിർവാഹകനാണെന്ന് കാണുവാൻ കഴിയുന്നു. ये जो है नया नियम का सारे बातें पिता परमेश्वर के साथ नियुक्त करने के बाद यीशु मसीह वो सारे बातों को पूरा करके अभी जो है पापी व्यक्ति को बचाने के लिए वो मध्यस्थ होकर खड़ा है. എന്നാൽ സാക്ഷി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവാണെന്ന് കാണുവാൻ കഴിയുന്നു. वो गवाही देने वाला कौन है पूछने से वो पवित्र आत्मा है. തിരുവനന്തപുരത്തിൽ പ്രകാരം കാണുന്നു, അവൻ സദാകാലത്തേക്കും വിശദീകരിക്കപ്പെടുന്നവർക്ക് അവൻ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നുള്ള വാക്യം നമുക്ക് കാണാൻ കഴിയുന്നു. वहां पर ऐसा लिखा है कि वो पाप से जो क्षमा पाया हुआ लोगों के लिए हमेशा हमेशा के लिए उसका हर एक पापों से उसको हटाकर उसको पवित्र बनाया है बोल के वहां पर लिखा ഇതിന്റെ है. സാക്ഷ്യം ആരാണെന്ന് ചോദിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമാണെന്ന് ആ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. उसका जो अंतिम उस वाक्य का लास्ट में लिखा है कि उसका गवाही देने वाला पवित्र आत्मा. അതായത് കർത്താവായ യേശു ക്രിസ്തു നിയമകർത്താവ് എന്ന നിലയിൽ അവൻ മരിക്കുവാനിടയായി തീർന്നു എന്നുള്ള വസ്തുതയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. जो प्रभु यीशु मसीह नियम देने वाला मालिक है और वो मालिक जो है हमारा पापों के लिए वहां पर തന്റെ പുനരുദ്ധാനത്തിലൂടെ അവൻ നിർവഹിക്കപ്പെടുന്നവനായി നടത്തിപ്പുകാരനായി മാറി എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത്. वो हमको जो है पाप से बचाने के लिए कैसे क्रूस तक गया उसके बारे में पूरा विवरण दिया. തിരുവനന്തപുരത്തിൽ കാണുന്നു 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് ഇത് കാണിക്കുന്നത് നിയമത്തെ മരിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. वो नियम जैसा बलिदान के बारे में लिखा है वैसा यीशु मसीह हमारे लिए बलिदान हो गया. സ്വന്തം രക്തവുമായി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് അവൻ പ്രവേശിക്കപ്പെടുവാനിടയായി. वो अपना पवित्र लहू के साथ पवित्र स्थान में जाकर हमारे लिए बंदी किया. അത് ദൈവസന്നിധിയിൽ അവൻ പ്രഖ്യാപിക്കുകയാണ്. ഉടമ്പടി ചെയ്തവൻ അല്ലെങ്കിൽ നിയമം ചെയ്തവൻ നിയമത്തെ മരിച്ചു എന്നുള്ള പ്രഖ്യാപനം സ്വർഗത്തിൽ ഉണ്ടാകുകയാണ് പിതാവിന്റെ മുൻപിൽ. ओ पिता परमेश्वर का सामने जो नियम दिया हुआ व्यक्ति खुद जो है पापियों के लिए बलिदान हो गया बोल के लिखा. എന്നാൽ നമ്മെ സംബന്ധിച്ച് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നത് നമ്മൾ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചതിന്റെ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ വിടുതൽ പ്രാപിച്ച നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ മരണപുനരുദ്ധാനത്തിൽ പങ്കാളികളായി അവനെ മഹത്വപ്പെടുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരികയാണ് കാണുവാൻ കഴിയുന്നത്. जो इतवार का दिन जो है प्रभु का आराधना करने के लिए आते समय पर उसका प्रभु बोझ जो है हमारा बीच में रखा इसलिए है कि यीशु मसीह हमारे लिए कैसे कष्ट सहना है, कैसे हमारे लिए वादा को पूरा किया है, उसको याद करने के लिए वो पवित्र मेष रखा जाता है. എന്നാൽ തിരുവനന്തപുരത്തിലേക്ക് നാം നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവൻ അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. പഴയ നിയമ കൂടാരത്തെ കുറിച്ച് പറയുമ്പോൾ ആ കൂടാരത്തിലേക്ക് ആർക്കും പ്രവേശനമില്ല. മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ ആവൽസംഖ്യയോടുകൂടി അല്ലെങ്കിൽ ആവൽസംഖ്യയോടും ആടുമാടുകളുടെ രക്തത്തോടും കൂടി ആണ്ടിലൊരിക്കൽ മാത്രം അവന് പ്രവേശനം ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നു. जो पुराना नियम पढ़ने से जो है साल में एक बार वो मेल मिलाप का तंबू का पवित्र स्थान में सिर्फ जो याजक जो है अपने लिए खुद अपने लिए बलि चढ़ा के उसके बाद दुनिया बाकी सब लोगों का जनता का पापों को लिए भी बलि चढ़ाकर जो है वो पवित्र स्थान में प्रवेश कर. ഇവിടെയാണ് കർത്താവിന്റെ രക്തത്തിന്റെ മേന്മ മനസ്സിലാക്കുന്നത്. കാരണം അവൻ സ്വന്തം രക്തം പവിത്രമായിട്ടുള്ള പരിപാവനമായിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള രക്തവുമായി അവൻ അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. ആ രക്തത്താൽ അല്ലെങ്കിൽ ദൈവസന്നിധാനത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് വേണ്ടി അവൻ ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. यहाँ पर जो है हमेशा हमेशा के लिए परमेश्वर प्रभु यीशु मसीह है उसका खुद का बलिदान द्वारा अपना पवित्र लहू पिता परमेश्वर के सामने समर्पण करके हम सारे पापियों के लिए क्षमा दिया है. अभी कोई भी हम प्रभु का परमेश्वर का
पवित्र स्थान में पहुंच सके। കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അവിടെ അവൻ ആയിരിക്കുന്നു എന്നുള്ളത്, അവൻ മധ്യസ്ഥനായി ആയിരിക്കുന്നു എന്നുള്ള ശ്രേഷ്ഠമായ അനുഭവമാണ് നമ്മെ ഈ ഭൂമിയിൽ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. पिता परमेश्वर के साथ हमारा तालमेल ठीक करके हम एक दूसरे के साथ जोड़ने का काम भी यीशु मसीह किया है, इसलिए हम जो है एक खुशी का, एक प्रभु के साथ का जिंदगी जी सकते हैं। കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മെ ജീവനുള്ള ദൈവത്തെ അറിയുവാനും കുറ്റമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാനുമായി അവന്റെ രക്തത്തിന്റെ മേന്മ വളരെ അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമാണെന്നുള്ള കാര്യം ഈ രാത്രി സന്ധ്യാസമയത്ത് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ये संध्या का समय पर यीशु मसीह का खून का पवित्रताई के बारे में अधिपवित्र स्थान में भी हम प्रवेश करने लायक हमको बनाया है, ये प्रभु यीशु मसीह का खून की पवित्रताई. സമയപരിധി മൂലം ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അല്ലെങ്കിൽ സമാരംഭിക്കപ്പെട്ട ഒരു നിയമമാണ് പുതിയ ഉടമ്പടി അല്ലെങ്കിൽ പുതിയ നിയമം. ആ നിയമത്തിലൂടെ കർത്താവ് നമുക്ക് തരുന്നത് ദൈവത്തിന്റെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിക്കുവാനുള്ള ഒരു അവകാശത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. परमेश्वर का साथ का पिता परमेश्वर का जितने भी अपने बच्चों के लिए दिया हुआ वायदाओं को आया उनका जो है अवकाश को प्राप्त करने लायक प्रभु यीशु मसीह का पवित्र खून जो है हमारे को लायक बनाया है, इसलिए हम उसको धन्यवाद. പഴയ നിയമത്തിലൂടെ നമുക്ക് കാണുന്നത് ഒരു അല്ലെങ്കിൽ ശാരീരിക വിശുദ്ധിയും ശാരീരികമായിട്ടുള്ള ദൈവിക സംസർഗവും മാത്രമാണ് ജനത്തിന് അനുഭവിക്കാനിടയായി തീരുന്നത്. എന്നാൽ നിത്യ നിയമത്തിന്റെ രക്തത്തിന്റെ ഉടയവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് പാപമോചനം ലഭിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഏറ്റവും പരമവും വലിയതും ശ്രേഷ്ഠവുമായിട്ടുള്ള കാര്യം എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയന്തർഭാഗത്ത് മുഴങ്ങട്ടെ. हमारा हृदय के अंदर ये बातों को अच्छी तरह जो है याद करना चाहिए कि जो प्रभु यीशु मसीह का खून द्वारा हम जो है पवित्र स्थान में भी प्रवेश कर सकता है, कि परमेश्वर का सारे आशीषों का प्राप्ति कर सकता है. लेकिन पुराने नियम में ऐसा नहीं था, वो बाहर का पवित्रताई था, लेकिन प्रभु यीशु मसीह का खून हमारा हृदय के अंदर का, हमारा आत्मा का पवित्रताई को पूरा किया. നമ്മെ അല്ലെങ്കിൽ ദൈവിക സന്നിധാനത്തില് നമ്മുടെ എല്ലാ ഊനത്തിനും എല്ലാ കുറവുകൾക്കും എല്ലാ പാപത്തിനും മോചനം തരുവാൻ ശ്രേഷ്ഠമായിട്ടുള്ള രക്തത്തിന് ഇടയായി തീർന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. प्रभु यीशु मसीह का खून बहुत श्रेष्ठ खून है, वो श्रेष्ठ महायाजक है. उसका खून द्वारा हमारा जिंदगी को नया बना दिया है, और नया जो है हम परमेश्वर के साथ बिना कोई रुकावट का उसका पवित्र स्थान में जाके हम उसको आराधना कर सकते हैं. അതുപോലെ തന്നെ അവന്റെ രക്തത്തിലൂടെ നമുക്ക് പാപമോചനത്തിലൂടെ നമുക്ക് ശുദ്ധീകരണം ലഭിക്കുന്നു എന്നുള്ള മേന്മയും നമുക്ക് കാണാൻ കഴിയുന്നു. उसका खून द्वारा हमारा सारे पापों को हमको शुद्ध करके हमको बिल्कुल पवित्र और नया बना देते हैं. ये भी हमारे लिए कितना अच्छी बात. നമുക്ക് ജീവനും ശക്തിയും ലഭിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും അതിൽ ഉल्लेखനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. हमको अनंत जीवन और शक्ति भी हम प्राप्त होता है, पवित्र आत्मा का शक्ति भी प्राप्त होता है बोल के ये वचन भी उसके अंदर डाला गया. അതുപോലെ തന്നെ ദൈവത്തെ കുറിച്ചുള്ള ആത്മീയ ആന്തരിക അറിവ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും അതിൽ ഉल्लेखനം ചെയ്തിട്ടുണ്ട്. उसके बाद जो है इस वजह से जो है हमारा आंख खुल जाते हैं और परमेश्वर के बारे में पूरा ज्ञान भी प्राप्त होता है. हम परमेश्वर के साथ हमेशा जो है उसको कैसा परमेश्वर के साथ उसको परिचय, उसका जान पहचान अधिक से होने के लिए भी प्रभु यीशु मसीह का बलिदान द्वारा हुआ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ സ്വർഗീയ തലത്തിൽ ഉന്നത തലത്തിലാണ്. എന്നാൽ ദേവദാസന്മാരൊക്കെ ഇന്നിവിടെ സംസാരിക്കാനിടയായിത്തീരുന്ന സമാഗമന കൂടാരം എല്ലാം നിഴലായിരുന്നു എന്നുള്ളതും നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ പൊരുളായിട്ടുള്ളതാണ് സ്വർഗീയ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള വിശുദ്ധ അല്ലെങ്കിൽ സ്വർഗീയ മന്ദിരം എന്നുള്ളത് അത് പൊരുളാണെന്നുള്ളത് കാണാൻ കഴിയുന്നു. പൊരുളായതിലാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തവുമായി പ്രവേശിച്ച് ദൈവസന്നിധാനത്തിൽ നമുക്ക് വേണ്ടി സമാധാനമായി തീർന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് കാണാൻ കഴിയുന്നത്. यहाँ पर जो हमने सवेरे से जो है परमेश्वर का दास लोग जो मेल मिलाप का तंबू के बारे में हमने उनको जो बताया है, वो सारे जो है प्रभु यीशु मसीह का वो बलिदान का एक छाया है, एक परछाया है. और लेकिन नया नियम में प्रभु यीशु मसीह खुद अपना पवित्र लहू द्वारा हमारे को सीधा परमेश्वर के पास जाने का, हमको उसको आराधना करने के, उसका शिष्यों को पाने का पूरा अधिकार और हमको पवित्रता ही दिया है. इसलिए हम उसको പുതിയ നിയമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മരണ പത്രികയാണെന്ന് കാണാൻ കഴിയുന്നു.
जो नया नियम बोलने से प्रभु यीशु अपना मृत्यु से हमारा खून बहा के हमारे साथ राजा बांधा है। തന്റെ രക്തം ചീന്തിയത് കാണിക്കുന്നത് തന്റെ മരണത്തെയാണ് കാണിക്കുന്നത്. उसका खून पूरा बहाने का मतलब यह है कि यीशु मसीह का मृत्यु को दिखाता है। അവന്റെ മരണത്തിലൂടെ നമുക്ക് അവകാശം പ്രാപിക്കാനിടയായി തീർന്നു. मृत्यु द्वारा हम परमेश्वर का सारे अवकाशी बन गया. ദൈവിക സകല അല്ലെങ്കിൽ നന്മകളുടെയും സകല ആത്മീയ ഉന്നമനത്തിന്റെയും സകല ആത്മീയ അനുഗ്രഹത്തിന്റെയും ഭാഗവാക്കായി തീരുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം മൂലം അവന്റെ മരണം മൂലം ഇടയാക്കി എന്നുള്ളതാണ് പുതിയ ഉടമ്പടിയുടെ കാതലും ശ്രേഷ്ഠവുമായിട്ടുള്ള കാര്യം. नया उड़बड़ी मतलब नया वायदा है कि वायदा के मुताबिक यीशु मसीह का खून बहाने से हम जो है परमेश्वर का सारे आशीषों को हमको मुफ्त में मिला. നമുക്ക് ലഭിച്ച ആത്മീയ അല്ലെങ്കിൽ അനുഗ്രഹം ശാശ്വതമാണ്, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല. ये जो प्रभु यीशु मसीह जो मिला हुआ ये सारे आत्मीय आशीष जो है हमेशा हमेशा हमारा अनंत काल का जिंदगी पे प्रवेश करने तक भी उसके बाद भी हमेशा हमारे साथ रहे. അവിടെ അവൻ നമുക്ക് വേണ്ടി രാജകീയ പുരോഹിതനായി അവൻ ആയിരിക്കുന്നു എന്നുള്ളതാണ് അവന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത എന്നുള്ളത് കാര്യം നാം ഓർക്കണം. वो हमेशा हमारे लिए जो महाराजा का जो महायाजक का श्रेष्ठ महायाजक का तौर पर हमारे लिए काम करता है बोलकर हमको मालूम होना चाहिए. ഭൗമിക മണ്ഡലത്തിലെ പുരോഹിതന്മാരൊക്കെയും മരണത്താൽ മാറ്റപ്പെട്ടവരാണെന്ന് കാണാൻ കഴിയുന്നു. जो पुराने नियम में जो है याजक लोग अपना मृत्यु के साथ उसका सारे जो सेवकाई खत्म हो जाता എന്നാൽ है. ക്രിസ്തുവിന്റെ പൗരോഹിത്യം മാറ്റമില്ലാത്തതായിട്ടുള്ള പൗരോഹിത്യവും എന്നേക്കും നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. लेकिन यीशु मसीह का जो है खून का द्वारा उसका मृत्यु का द्वारा जो हमारे साथ जो वायदा किया है वो याजक का तौर पर हमेशा अनंत काल तक के लिए हमारे लिए याजक बन के परमेश्वर के साथ विनती. അതുപോലെ പഴയ നിയമ പുരോഹിതന്മാരൊക്കെയും ബലഹീനരായിരുന്നു. ആദ്യം അവർക്ക് വേണ്ടി തന്നെ യാഗം കഴിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരുന്നു. जो पुराने समय का जो याजक लोग है वो अपना खुद के लिए भी बलिदान चढ़ाना जरूरी था. അവൻ മനുഷ്യ പാരമ്പര്യമുള്ളവനല്ല കർത്താവായ യേശു ക്രിസ്തു. നമുക്കുള്ള മഹാപുരോഹിതൻ മാനുഷിക പാരമ്പര്യങ്ങളിലൂടെ കടന്നു വന്നവനല്ല. അവൻ ദൈവിക അല്ലെങ്കിൽ നിയമപ്രകാരം നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ ആ ക്രമത്തിൽ ദൈവത്താൽ നിയമിക്കപ്പെട്ടവനും അഹരോന്യ പാരമ്പര്യത്തിലുള്ളവനല്ലാത്ത അല്ലെങ്കിൽ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം സ്വർഗീയ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ച സ്വർഗീയ പൗരോഹിത്യത്തിന്റെ അല്ലെങ്കിൽ അവകാശി അല്ലെങ്കിൽ സ്വർഗീയ പൗരോഹിത്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം. यीशु मसीह का जो है याजक का शुश्रूषा जो है सेवकाई जो है मनुष्यों का जो जन्म से जो मिला हुआ नहीं है, वो परमेश्वर ने जो पहले से जो किताबों में लिखा था उसी मुताबिक यीशु मसीह जो है वायदा का महायाजक के रूप में प्रकट हुआ है. और वो मल्कीसदेक का जो क्रम के मुताबिक वो परमेश्वर की ओर से जन्म लेके हमारे लिए खून देके हमारे लिए बलिदान होके वो याजक का शुश्रूषा में प्रवेश किया. ക്രിസ്തുവിന്റെ പൗരോഹിത്യം അന്തർമന്ദിരത്തിലേക്ക് തിരശ്ശീലയ്ക്കകത്തേക്ക് അല്ലെങ്കിൽ കൃപാസനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മെ കൊണ്ടെത്തിക്കുന്ന പൗരോഹിത്യമാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. यीशु मसीह जो है हमको परमेश्वर का वो मेल मिलाप का तंबू के अंदर जो हम पर वो संदूक रखा है वहां तक भी हमको सीधा जाने के लिए प्रवेश करने के लिए यीशु मसीह द्वारा हमको मदद मिला है या वो रास्ता हमारे लिए खोल दिया. അതായത് കർത്താവായ യേശു ക്രിസ്തു രക്തം ചീന്തിയത് നാം ഈ ഭൂമിയിൽ അവന്റെ യാഗത്തെ സ്വീകരിച്ച് അംഗീകരിച്ചുകൊണ്ട് നാം ദൈവമായി ഒന്നാകുവാൻ അവന്റെ അല്ലെങ്കിൽ പൗരോഹിത്യം അവൻ ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് വെളിപ്പെടുത്തുന്നത്. वो पिता परमेश्वर का दाहिने और बैठ के हमारे लिए विनती करता है. पिता परमेश्वर हम सब एक होने का जैसा ये कलीसिया भी हमारे साथ आके मिल जाए उसके लिए वो हमेशा विनती करता है. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിലും നമ്മുടെ ആത്മാവ് അതിപരിശുദ്ധ സ്ഥലത്താണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യം. इस धरती पर जिंदगी जी रहे तो भी हमारा आत्मा जो है हमारा आत्मीय मनुष्य जो है परमेश्वर का आदि पवित्र स्थान पे उसके साथ वास करता है करके हम सोचना चाहिए. നമ്മളിൽ പാപം വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി തീരുന്നു. നമ്മൾ ലോകത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി തീരുന്നു. നമ്മൾ മോഹത്തിൽ അല്ലെങ്കിൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് പറയുന്നു. മോഹത്തിൽ പെടുമ്പോൾ നമ്മൾ പാപം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. जो इस दुनिया में रहते समय पर जो याकूब ने पत्र में लिखा है जो मोह या लालच जो हमारा हृदय में उसको विचार आने से हम उससे वो गर्भवती होके पाप को जन्म देता है. वो पाप जो है मृत्यु को जन्म देता है. इसलिए जो है हम प्रभु यीशु मसीह के साथ रह के
ये सभी को जीत के प्रभु यीशु मसीह का उस जगह पे जाना चाहिए। അപ്പോൾ അവന്റെ രക്തത്താൽ കർത്താവ് തന്റെ സ്വർഗീയ ശുശ്രൂഷയിലൂടെ നമ്മെ ദൈവത്തിന്റെ സാമീപ്യത്തിലേക്ക് അടുപ്പിക്കുകയാണെന്നുള്ളത് കാണുവാൻ കഴിയുന്നു. वो उसका बिंदी की वजह से हम परमेश्वर के और नजदीक लेकर आने के लिए वो हमारे लिए बिंदी करता है। നമ്മൾ എത്രത്തോളം പിതാവായ ദൈവത്തിന്റെ സാമീപ്യത്തിലേക്ക് അവന്റെ ശുശ്രൂഷ മൂലം അടുത്തു വരുന്നുവോ അത്രയും നമുക്ക് സമാധാനവും ആത്മീയ അനുഗ്രഹങ്ങളും ആത്മീയ നന്മയും ആത്മീയ ജീവനും പ്രാപിക്കാനിടയായി തീരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. जितना ज्यादा हम परमेश्वर का और नजदीक से नजदीक आएंगे वो पवित्रताई में हम प्रभु का नजदीक आ सकता है, दूसरा कोई तरीके से नहीं। जितना हम अपने आप को पवित्रताई में अपने आप को बचा के इस दुनिया में चलेंगे उतना हम परमेश्वर का और नजदीक आएंगे और उसका सेवकाई में हम आगे बढ़ सकते हैं। അവന്റെ ശുശ്രൂഷ മൂലം നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യമുള്ള കാര്യം. और हमारा मन भी उसका खून द्वारा शुद्ध हो जाता है और हमारा पवित्रताई में वो जीने से प्रभु यीशु मसीह हम उसका काम के लिए हमको बहुत ज्यादा इस्तेमाल യേശുക്രിസ്തുവിന്റെ करेंगे। രക്തത്താൽ നമ്മുടെ പാപങ്ങൾ ഓർമ്മിക്കപ്പെടുന്നില്ല എന്നുള്ളത് കാണാൻ കഴിയുന്നു. यीशु मसीह का खून का वजह से उसका खून द्वारा हमको धोने का वजह से हमारे बीते हुए कोई पापों को परमेश्वर याद नहीं करते। അവൻ നമ്മെ ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നുള്ള യാഥാർത്ഥ്യവും അവിടെ ഉൾക്കൊള്ളുവാൻ ഇടയായി തീരും. हमारा श्राप से भी वो हमको बचाया है। നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യ ബോധവും നമ്മൾ ഭരിക്കേണ്ടത് ആവശ്യമാണ്. हमको धर्मी बनाया है ये बात भी हमको याद करना चाहिए। അതായത് പഴയ ഉടമ്പടി മരണത്തിന്റെ ശുശ്രൂഷയാണെങ്കിൽ जो पुराना नियम जो है मृत्यु का सेवकाई होने से, പുതിയ ഉടമ്പടി ആത്മാവിന്റെ ശുശ്രൂഷയാണ്. जो नया नियम जो है आत्मा का सेवकाई है। പഴയ ഉടമ്പടി അല്ലെങ്കിൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷയാണെങ്കിൽ जो पुराना नियम जो सजा देने का सेवकाई है, പുതിയ ഉടമ്പടി നീതിയുടെ അല്ലെങ്കിൽ നീതിയുടെയും അല്ലെങ്കിൽ പ്രതിഫലനം പ്രാപിക്കുന്നതിന്റെ ശുശ്രൂഷയാണെന്ന് കാണുവാൻ കഴിയുന്നു. जो नया नियम जो है धर्मी बनाने का सेवकाई और परमेश्वर का अवकाश में प्रवेश करने वाला सेवकाई। പഴയ ഉടമ്പടി ധാർമ്മിക ആവശ്യങ്ങളുടെ നിർജ്ജീവ നിയമമാണെങ്കിൽ जो पुराना नियम जो है जो बाहरी तौर पर का जो पवित्रताई का एक नियम होने का नियम होने പുതിയ से, നിയമം ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള ദൈവശക്തിയാണെന്ന് കാണുവാൻ കഴിയുന്നു. जो नया नियम जो है परमेश्वर के लिए जीने का एक पवित्र आत्मा का शक्ति है। അവന്റെ രക്തത്താൽ അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ട അവന്റെ രക്തത്താൽ നിയമത്തിന്റെ രക്തത്താൽ അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ട ആ പുതിയ ഉടമ്പടിയിലേക്കാണ് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. वो नया वायदा में हमको प्रवेश किया है कि उसका खून का द्वारा। അതുകൊണ്ട് പഴയ ഉടമ്പടിയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവുമായിട്ടുള്ള ഉടമ്പടിയാണ് പുതിയ നിയമ ഉടമ്പടിയാണ്. जो पुराना नियम का जो वायदा से बढ़कर नया नियम का वायदा बहुत श्रेष्ठ है और बहुत आसान है और बहुत मान्य है। ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുവിൽ ആശ്രയിക്കുന്നവർക്ക്, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവർക്ക് നിത്യജീവന്റെ അനുഭവത്തിലേക്ക് ദിനംതോറും അവൻ കഴുകൽ പ്രാപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവന്റെ ശുശ്രൂഷ മൂലം ഇടയായി തീരുമെന്നുള്ള യാഥാർത്ഥ്യ ബോധം ആണ് ഈ ശുശ്രൂഷ നമ്മെ വിളിച്ചറിയിക്കുന്നത്. उसका यीशु मसीह का वो खून के ऊपर उसका सेवकाई में जो विश्वास करने वाले लोगों को ये नया वायदा के साथ एक शांति का और खुशी का आनंद जीवन का जिंदगी जीने के लिए प्रभु हमको जो है बुला रहे हैं। പുതിയ ശുശ്രൂഷ, പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠവും നമുക്ക് അനുഭവവേദ്യമായി തീരുവാൻ നാം ദൈവസന്നാഹത്തിൽ ഇരുന്ന് അവന്റെ രക്തത്തിന്റെ ആ ശ്രേഷ്ഠതയെ അവൻ ഇന്ന് മഹാപുരോഹിതനായി ദൈവസന്നാഹത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് സ്വർഗീയ മണ്ഡലത്തിൽ അവനായിരിക്കുന്നു എന്നുള്ള ധൈര്യത്തിൽ അവന്റെ സന്നിധാനത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. वो प्रभु यीशु मसीह अभी पिता परमेश्वर का दाहिने और बैठ के अधिपवित्र स्थान में बैठ के उसका जो है उस पर विश्वास करने वाला भक्तों को या उसका विश्वास करने वाला विश्वासियों के लिए विनती करते हुए हमें भी उस जगह पर लेकर जाने के लिए हमेशा हमारे साथ मदद करता നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ശുശ്രൂഷയുടെ അനുഭവം വ്യക്തിപരമായി നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മളിൽ ആത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് ഉണ്ടാകുവാനിടയായി തീരും. ऐसा हम उसका पीछे पाने से उसका साथ जाने से परमेश्वर का आत्मा का बहुत ज्यादा भरपूरी से हम भर सकते हैं और सेवकाई में और जो है प्रकाश डाल सकते हैं। അതിനായി നമുക്ക് ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. നമ്മുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൽ ഭദ്രമായി, ക്രിസ്തുവിൽ ആനന്ദദായകമായി തീരുവാൻ വേണ്ടി കർത്താവിന്റെ രക്തത്തിലും അവന്റെ പുതിയ ഉടമ്പടിയുടെ മഹാത്മ്യം അറിഞ്ഞ് അവന്റെ സന്നിധാനത്തിൽ തന്നെ സമർപ്പിച്ച് അവനെ നേടിയെടുത്തുകൊണ്ട് അവന്റെ ജീവന്റെ പക്വത നമ്മിലൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ये जो प्रभु यीशु मसीह का ये नया नियम का वायदा का साथ उसका मृत्यु का द्वारा मिला हुआ ये सारे आशीषों को पाके उसका सेवकाई में आगे बढ़ने के लिए प्रभु हम सबको सहायता करें।